ശ്യാമപ്രസാദ് നന്ദനയുടെ ജന്മനക്ഷത്രത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. ശ്യാമപ്രസാദും അമ്മയും വിവാഹാലോചനയുമായി കോവിലകത്തെത്തുന്നു. ഹരിപ്രസാദിനെ മറന്ന് മറ്റൊരു വിവാഹ ജീവിതമില്ലെന്ന് പറയുന്ന നന്ദന. ശ്യാമപ്രസാദിന്റെ അമ്മ പ്രതിഭയുമായി ഫോണിൽ സംസാരിക്കുന്നു. നന്ദനയ്ക്ക് വിവാഹാലോചന വന്ന വിവരം പ്രതിഭ പ്രതാപവർമ്മയെ അറിയിക്കുന്നു. പ്രതാപവർമ്മ ശ്യാമപ്രസാദിന്റെ ഓഫീസിലെത്തുന്നു. ഇനി തുടർന്ന് കാണുക. നന്ദനെ വളരെ നല്ല കുട്ടിയാ. പിന്നെ കോവിലകവും വളരെ നല്ലത്. റോയൽ ഫാമിലി അല്ലേ? ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും വളരെ നല്ലത്. എന്നിട്ട് സാറ് കല്യാണ തീയതി ഫിക്സ് ചെയ്തോ? ഇല്ല, ആലോചിക്കുന്നേ ഉള്ളൂ. രണ്ടു കൂട്ടർക്ക് സമ്മതമാണെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ വെച്ച് താമസിപ്പിക്കുന്നത്? കൂട്ടനെ അങ്ങോട്ട് നടത്തിക്കൂടെ? അമ്മ അതല്ലേ ഏറ്റിരിക്കുന്നേ. ഓ, മനസ്സിലായി. ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുത്. സാർ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞേ? ഉദിയന്നൂർ ചെന്നപ്പോ എന്റെ കാര്യം അവിടെ ആരും പറഞ്ഞില്ലേ? ഇല്ല. പേര് ഞാൻ പറഞ്ഞല്ലോ, പ്രതാപവർമ്മ. വൈഫിന്റെ പേര് വിദ്യാഭാരതി. വൈഫിന്റെ മോളുടെ പേര് നന്ദന. നന്ദനയോ? ആ, അതേലോ, സാറിന്റെ വുഡ് ബി. അപ്പൊ നന്ദനയുടെ സ്റ്റെപ്പ് ഫാദർ? അതെ, രണ്ടാരച്ഛൻ. സോറി, എനിക്ക് മനസ്സിലായില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നന്ദനയുടെ ഫാദർ മരിച്ചതും മദർ രണ്ടാമത് വിവാഹം കഴിച്ച കാര്യവും കോലത്തുനിന്ന് അറിഞ്ഞിരുന്നു. അതൊക്കെ വളരെ പഴയ കാര്യങ്ങളല്ലേ? അപ്പോ സാറിനതില് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, അത് നന്ദനയുടെ മിസ്റ്റേക്ക് അല്ലല്ലോ. ആ, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഈ വിശാലമായ നിലപാടിനും കൂടി ചേർത്താണ് ഞാൻ നേരത്തെ താങ്കളെ കൺഗ്രാജുലേറ്റ് ചെയ്തത്. ഉദിയന്നൂരിലെ ഭാഗീരഥി അമ്മയോടും സേതുലക്ഷ്മിയോടും ഒക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാ. ഒളിവും മറവും ഇല്ല രണ്ടാൾക്കും. ദേ, ഉള്ളത് അങ്ങോട്ട് തുറന്നാ പറയും. കോലത്തെ മറ്റു കാര്യങ്ങളും അവര് പറഞ്ഞു കാണും അല്ലേ? മറ്റു കാര്യങ്ങളെന്ന് വെച്ചാ? പറഞ്ഞിട്ടുണ്ടാവും. സാർ ഇതൊക്കെ മറന്നതാ. എന്താണെന്ന് പറയൂ. ആ, പറഞ്ഞില്ലെങ്കിലേ അവര് വിട്ടുപോയതാ. ഞാൻ പൂരിപ്പിച്ചേക്കാം. അത്ര വലിയ സീരിയസ് മാറ്റർ ഒന്നുമല്ല. എന്തായാലും സാർ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കും അതൊക്കെ ഒരു വിഷമാവും. പിന്നെ കോലോത്തൊരു പെൺകുട്ടി കാര്യസ്ഥന്റെയോ അടിച്ചെളിക്കാരുടെയോ മോന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഭയങ്കര പ്രേമായിരുന്നു. നാട് വിടുന്നതിന് മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നോ അതോ നാട് വിട്ടതിന് ശേഷം പ്രഗ്നന്റ് ആയിരുന്നോ, രണ്ടായാലും കച്ചി അങ്ങോട്ട് പ്രസവിച്ചു. ഒടുവിൽ വീട്ടുകാരവരെ തപ്പിപ്പിടിച്ചു. കോലോത്ത പെണ്ണിനെ വീണ്ടെടുത്തു. കാമുകനെയും കുട്ടീനെയും അങ്ങോട്ട് ഉപേക്ഷിച്ചു. നമ്മുടെ വലിയ വീടുകളിലൊക്കെ സാധാരണയായിട്ട് നടക്കുന്ന ഒരു സംഭവമായത്. ഇത്തരം ഫ്ലാഷ് ബാക്കിലൊന്നും കാര്യമില്ല സർ. പലതും കെട്ടുകഥകളായിരിക്കും. വാസ്തവം. അതുകൊണ്ട് ആ പഴയതെല്ലാം മറന്നിട്ട് ഞാൻ അതേ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. യെസ്, അന്ന് ഒളിച്ചോടിപ്പോയ കഥയിലെ നായിക എന്റെ ഭാര്യ വിദ്യാഭാരതി. അപ്പൊ നന്ദന? വിദ്യ ആദ്യം പ്രസവിച്ച കുട്ടി. തെളിച്ചു പറഞ്ഞാൽ പിഴച്ച് പെറ്റ സന്തതി. ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള പഴയ കാര്യങ്ങളല്ലേ സാറേ? പോട്ടെ. പക്ഷേ ഇപ്പൊ കളർഫുൾ ആ കാര്യങ്ങൾ. തന്ത മരിച്ചപ്പോ ആ പെണ്ണിനെ സേതുവിന്റെ നേതൃത്വത്തിൽ തിരിച്ചു കൊണ്ടുവന്നു. അതിൽ പ്രതിഷേധിച്ച ഞാൻ ഭാര്യനെയും കൊണ്ട് കോവിലകം വിട്ടത്. എനിക്ക് സാറേ അഭിമാന വലുത്. എന്നാലേ സാറിന് ഒരു ടെൻഷനും വേണ്ടട്ടാ. നന്ദനി വളരെ നല്ല കുട്ടിയാ, മിടുക്കിയ. പിഴച്ചുണ്ടായതാണെന്ന് കണ്ടാ തോന്നുന്നു. സാറിനെ പോലുള്ള ന്യൂ ജനറേഷൻകാര് പുരോഗമനപരമായി ചിന്തിക്കുന്നവരാ. എന്നാലും പറയുമ്പോഴെല്ലാം പറയണല്ലോ. എത്ര ന്യൂ ജനറേഷൻ ആണെന്ന് പറഞ്ഞാലും മറ്റൊരാൾ തൊട്ട ഫുഡ് ആർക്കെങ്കിലും കഴിക്കാൻ തോന്നുന്നു? സാറ് കഴിക്കുവോ? വാട്ട് യു മീൻ? അപ്പൊ അക്കാര്യൊന്നും സേതുലക്ഷ്മി സൂചിപ്പിച്ചില്ലേ? മറന്നതാ. നന്ദനയ്ക്ക് ഒരു ഇഷ്ടമുണ്ടേ. ഇഷ്ടം എന്ന് വെച്ചാ? ഇഷ്ടം എന്ന് പറഞ്ഞാല് അത്ര തന്നെ.
ഹരിപ്രസാദ് എന്ന അവന്റെ പേര്. അവളുടെ അച്ഛന്റെ നാട്ടുകാരനാ, മിടുക്കനാ. നന്ദനേരെ ബ്രാൻഡ് അംബാസിഡറായിട്ട് കോവിലകത്ത് വന്നതും അവളെ ഇവിടെ എത്തിച്ചതും ഹരിപ്രസാദാ. പിന്നെ അവൻ പലപ്പോഴും കോവിലകത്ത് വന്നിട്ടുണ്ട്. രാത്രിയിൽ പോലും വന്നിട്ടുണ്ടോ എന്നെനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്ന് വെച്ച് പശപ്പശകായ ഒരു ബന്ധവും അവർ തമ്മിലില്ല കേട്ടോ. കാണാത്തൊന്നും നമ്മൾ പറയാൻ പാടില്ലല്ലോ. ദേ അവനെ KSEB-യിലെ പോസ്റ്റുമ കയറണോൻ. സാറിവിടെ സ്വന്തം സ്ഥാപനത്തിന്റെ മേധാവിയല്ലേ. അത് നന്ദനോർത്ത് കാണും. ആള് മിടുക്കിയല്ലേ. ഇതൊന്നും കേട്ട് സാറ് പ്രപ്പോസൽ ചെയ്യുന്ന പിന്മാറില്ല എന്ന് എനിക്കറിയാം. പിന്മാറരുത്. ഇന്നത്തെ കാലത്ത് ആർക്കാ അത്യാവശ്യം അഫെയർ ഇല്ലാത്തത്? ഈ പ്രായത്തിലെ 3-4 പ്രേമം എനിക്കുണ്ടായിരുന്നു. ആന്നേ ആ കയ്യങ്ങൾ തന്നെ. അപ്പോ ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗള ആശംസകൾ. അപ്പൊ ശരി, കാര്യങ്ങൾ വേണ്ടേ അല്ലാണ്ട് എന്നിട്ട് ബാക്കി പറ പ്രതാപേട്ടാ. അവനെ ആണാണെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തിട്ടില്ലേ? എന്റെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ? ചോദിക്ക്. പ്രതിഭയ്ക്ക് ചേട്ടനോട് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാലോ. മറന്നു പോണതിന് മുമ്പ് ചോദിക്ക്. അല്ല, നന്ദന ആരുടെങ്കിലും തോളി തൂങ്ങി പോകുന്നെങ്കിൽ പൊക്കോട്ടെ, നമുക്കെന്താ? ഒരു പെൺകുട്ടിയല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ കല്യാണം നടത്തി കൊടുക്കേണ്ടി വരും. ഒരു ദിവസം നേരത്തെങ്കിൽ അതല്ലേ നല്ലത്. വളരെ ന്യായമായ സംശയം. സൗന്ദര്യം മാത്രമല്ല, ബുദ്ധിയും പ്രതിഭയുമുണ്ട് പ്രതിഭയ്ക്ക്. ചില കാര്യങ്ങളിൽ എനിക്ക് നിർണായകമായ ചില വിവരങ്ങൾ കിട്ടി. അത് വെച്ചിട്ട് ആ പെണ്ണിനെ കെട്ടിച്ചു വിടണോ അതോ കെട്ടിയെടുക്കണോ എന്ന് ഞാൻ ആലോചിക്കുന്നു. എന്ത് വിവരങ്ങളാ പ്രതാപേട്ട? അത് പറയാം, കുറച്ചുകൂടി ക്ഷമിക്കേ. മുഴുവൻ ഡേറ്റാസ് കിട്ടട്ടെ, എന്നിട്ട് അറിയിക്കുക. അപ്പൊ പ്രതാപേട്ടൻ എന്നെ വിശ്വാസമില്ലെന്ന് ചുരുക്കം. പ്രതിഭ അങ്ങനെയാ എന്നെ കരുതിയിരിക്കണത്? എന്റെ മനസ്സിൽ പ്രതിഭയ്ക്കുള്ള സ്ഥാനം എന്താന്നേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊക്കെ വഴി അറിയും. അരികും മൂല്യം പറഞ്ഞിട്ടെന്താ, എല്ലാം ഞാൻ വിസ്തരിച്ചറിയിക്കുന്നുണ്ട്. അതെ, അതുവരെ ഉദിയന്നൂരിലെ വിവരങ്ങൾ എനിക്ക് ചോർത്തി തന്നുകൊണ്ടിരിക്കണം. കേൾക്കുന്നുണ്ടോ മോളെ? വെറുതെ ഒരു മിസ് കോൾ അടിച്ചാ മതി. ഹലോ ഹലോ അപ്പക്കട്ടി. Yes. Sir. Yes, come in. ഇരിക്കൂ. ഞാൻ നിന്നോളാം സർ. നന്ദന ഇരിക്കൂ. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. ഇങ്ങോട്ടും അതേ സമീപനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദനയുടെ അച്ഛന്റെ പേരെന്തായിരുന്നു? ശിവരാമൻ. അപ്പൊ പ്രതാപവർമ്മ എന്ന് പറയുന്നത് അതാരാ? സ്റ്റെഫാദറാ? പുള്ളിക്കാരൻ എങ്ങനെ? അമ്മയുമായി നല്ല സൗഹൃദത്തിലാണോ? ആണെന്നാ തോന്നുന്നത്. നന്ദനക്കറിയില്ലേ? വിവാഹം ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. സെലക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ തിരുത്താൻ വലിയ പ്രയാസോ. രണ്ടുപേർക്ക് അത് ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരു ബുദ്ധിമോശത്തിലേക്ക് അറിഞ്ഞോണ്ട് എടുത്തിയാടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം കൂടി അറിയണമെന്നുണ്ട്. ഹൂ ഇസ് ദിസ് ഹരിപ്രസാദ്? എന്താ അറിയില്ല അങ്ങനെ ഒരാളെ? അറിയാം. സബോർഡിനേറ്റ് എന്ന നിലയ്ക്കല്ല ഞാനിപ്പോ നന്ദനെ വിളിപ്പിച്ചതും സംസാരിച്ചതൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ?
അത് മാത്രമല്ല സർ, പലതും മനസ്സിലാവുന്നുണ്ട് എനിക്ക്. ദെൻ ടെൽ മീ, ഹരിപ്രസാദ് ആരാണ്? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? സാറ് വിവരങ്ങൾ അറിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? പ്രതാപവർമ്മ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് എനിക്കറിയണം. സന്തോഷമുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ അറിഞ്ഞത്. എങ്കിലും നന്ദനിൽ നിന്ന് അറിയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. എന്താ എന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലേ? തീർച്ചയായിട്ടും. എന്റെ ജനനത്തെക്കുറിച്ചും അച്ഛനമ്മമാരെക്കുറിച്ചും ആണെങ്കിൽ ഒരു വിശദീകരണത്തിന് എനിക്ക് താല്പര്യമില്ല. കാരണം അതിലൊന്നും ഒരർത്ഥമില്ല. ഇനി അതൊന്നും തിരുത്താൻ പറ്റുന്നതുമല്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ആരെങ്കിലും പറയുന്നത് പോലെ അമ്മയ്ക്ക് അവിഹിതമായി ഉണ്ടായ കുട്ടിയല്ല ഞാൻ. നിയമപരമായി വിവാഹം കഴിച്ച ഒരു ഭർത്താവുണ്ടായിരുന്നു അമ്മയ്ക്ക്. അദ്ദേഹമാണ് എന്റെ അച്ഛൻ. പിന്നെ സാറ് ചോദിച്ച ഹരിപ്രസാദ്, അതെന്റെ ഹരിയേട്ടനാ. ഞങ്ങൾക്ക് പരസ്പരം അറിയാം. ഒരുമിച്ചൊരു ജീവിതം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് നന്ദന ഈ കാര്യം ഇതുവരെ എന്നോട് തുറന്നു പറഞ്ഞില്ല? അതിനുള്ള അവസരം ശ്യാം സർ എനിക്ക് തന്നു. ആലോചിച്ച് നോക്ക്. സാറമ്മയുമായി വീട്ടിൽ വന്നതും കല്യാണം ആലോചിച്ചതും ഒക്കെ പെട്ടെന്നായിരുന്നു. അതിനു മുമ്പ് ഒരിക്കലെങ്കിലും എന്റെ മനസ്സെന്താന്ന് നേരിട്ടറിയാൻ സാറ് സാവകാശം കാണിച്ചില്ല. ഞാൻ നന്ദനെ പിണങ്ങാൻ പറഞ്ഞല്ല. മനസ്സിലായി. പിണക്കാവുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്തതാ. എന്തായാലും അമ്മയോട് ഞാനും സംസാരിക്കട്ടെ. വേണ്ട സർ, അത് ശരിയാവില്ല. കാരണം ഹരിയേട്ടന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എത്ര ഈസി ആയിട്ട് താനിത് പറയുന്നത്. കുറച്ചുകൂടി നേരത്തെ ആവായിരുന്നു. സാറില്ല, ലീവ് ഇറ്റ്. സീറ്റിലേക്ക് പോയിക്കോളൂ. ഇനി ഞാൻ ഈ ഓഫീസിൽ തുടരുന്നത് ശരിയല്ല. സാറിനെ റിസൈൻ ചെയ്യാൻ അനുവദിക്കണം. ഏയ്, അതിന്റെ ആവശ്യമില്ല. യു ക്യാൻ കണ്ടിന്യൂ ഹിയർ. വേണ്ട സർ, അതൊരു അഭംഗിയാ. ഞാൻ ലെറ്റർ എഴുതി സെക്ഷനിൽ ഏൽപ്പിച്ചേക്കാം. നന്ദന, ഒരു മിനിറ്റ്. നന്ദന, എന്നിട്ട് മോളെന്ത് പറഞ്ഞു? ഇനി ഞാൻ ആ ഓഫീസിൽ ജോലിക്ക് പോകുന്നില്ല മുത്തശ്ശി. അത് ശരിയാവില്ല. സേതു കുഞ്ഞമ്മയെ വിളിച്ച് വിവരം അറിയിക്കണം. കുഞ്ഞമ്മയുടെ റെക്കമെൻഡേഷനിലല്ലേ അവിടെ ജോലിക്ക് കയറിയത്. നല്ലൊരു ഓഫീസും ആൾക്കാരും ആയിരുന്നു. പക്ഷേ എനിക്ക് എങ്ങനെ ഇനിയും തലയുയർത്തി പിടിച്ച് അങ്ങോട്ട് ചെല്ലാൻ കഴിയും? എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് ആർക്കറിയാം? പ്രതാപവർമ്മയുടെ മുമ്പില് അങ്ങനെ തോറ്റു കൊടുക്കണം മോളെ. ജോലി ഇട്ടെറിഞ്ഞു പോരുകയല്ല, അവിടെ തുടരുകയാ വേണ്ടത്. അതാ വർമ്മയ്ക്കുള്ള മറുപടി. ഇത് ജോലിയുടെ മാത്രം കാര്യമാണോ മുത്തശ്ശി? ശ്യാം സാറിന്റെ പ്രപ്പോസലും പ്രശ്നമോ? വേറൊരു സ്റ്റാഫല്ല സാറ്, മാനേജറാ. ദിവസവും പല ആവശ്യങ്ങൾക്കായി അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ചെല്ലേണ്ടി വരും. മുത്തശ്ശി എന്നെ നിർബന്ധിക്കരുത്. നീ പറയുന്നത് മനസ്സിലായി എനിക്ക്. എന്നാലും പ്രതാപവർമ്മ ഇത് എന്തു ഭാവിച്ച? ഒരു തരത്തില് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ അയാൾക്ക് വല്ല മാനസിക രോഗമായിരിക്കോ? അതെ. അതെ, മാനസിക രോഗ. അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നത് എന്തുകൊണ്ടും എനിക്ക് ഗുണകര. അതുകൊണ്ട് തന്നെ എനിക്ക് നിയമത്തിന്റെ ആനുകൂല്യം കിട്ടുമല്ലോ. തലയ്ക്ക് വട്ടല്ലേ? നോക്കൂ, മദറിലോ എനിക്ക് വളരെ നല്ലൊരു ലോ പോയിന്റ് ഇട്ട് തന്നത്. താങ്ക്സ്. സത്യത്തിൽ നിങ്ങൾക്ക് നാണമുണ്ടോ പ്രതാപവർമ്മേ? ഉണ്ടായിരുന്നു. ഈ കോലോത്തുനിന്ന് വേളി കഴിച്ചതിന് ശേഷം നാണവും മാനൊന്നും ഇല്ലാണ്ടായി. ഇനിയുള്ളതേ വാശിയാ, വാശി.
ഞാൻ മരിക്കുന്നത് വരെ കൂടെ തന്നെ ഉണ്ടാവും അത്. ദേ നോക്കിയേ, നിങ്ങളുടെ മോളെ കെട്ടി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുവിടാ ഞാനിവിടെ. എനിക്ക് മനസ്സിന്റെ സമനില തെറ്റിയെങ്കിലേ അതിന്റെ കാരണം നിങ്ങളും സേതുലക്ഷ്മിയാ. ഈ പെണ്ണിന്റെ ഫയല് നിങ്ങൾ പൊടി തട്ടിയെടുക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, കേട്ടില്ല? ഇവളെവിടെ കൊണ്ടുവന്ന് വാഴ്ത്തപ്പെട്ടവളാക്കി. ഒടുവിലേ വിദ്യാഭാരതിയുടെ മനസ്സിൽ ഇവള് കുടിയേറി താമസം ഉറപ്പിച്ചു. അതിനു പ്രതികാരമായി ഈ കുട്ടിയെ കൊല്ലാൻ വരെ നിങ്ങൾ ശ്രമിച്ചില്ലേ? അതിൽ പര എന്താ ഉള്ളത്? പക്ഷെ ചത്തില്ലല്ലോ. ആ സംഭവത്തോടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ചാവാത്തവളെ കൊല്ലാക്കൊല ചെയ്യ. പ്രതികാരേ ഇവളോട് മാത്രമല്ല, നിങ്ങളോടും സേതുലക്ഷ്മിയോടും ഉണ്ട്. എന്റെ വാക്ക് ധിക്കരിച്ച എന്റെ പക. അതിനുവേണ്ടി ഞാൻ ഇവിടെ ജോലി തെറിപ്പിക്കും, ഇവിടെ കല്യാണം മുടക്കും. അതിനപ്പുറം നിങ്ങൾ വല്ലതും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലേ നോക്കിയേ, ആ പ്ലാനുകളൊന്നും നടത്താൻ ഞാൻ അനുവദിക്കില്ല. മുത്തശ്ശിയുടെ പേരക്കുട്ടിക്ക് ഒന്നും മുണ്ടാനില്ലേ? മുണ്ട് ഞാനൊന്ന് കേക്കട്ടെ. നിനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്നേ നിന്റെ മുഖത്ത് നിന്നറിയാം. ഓഫീസിൽ വന്ന ശ്യാം സാറിനോട് എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ചീപ്പായി പോയി. യു ആർ കറക്റ്റ്. ചീപ്പായി എന്നുള്ളത് സത്യം. എന്റെ ജീവിതത്തിലെ ഏറ്റവും ചീപ്പായിട്ടുള്ള കാര്യം നീയാ. എന്റെ ലൈഫിൽ പറ്റിയ ചെളി. അത് ലോകറിയരുതെന്ന് ഈ തള്ളയോടും നിന്റെ കുഞ്ഞമ്മോടും ഞാൻ പറഞ്ഞതാ. പക്ഷെ അവർ വിളംബരം ചെയ്തു. പിന്നെ ഞാനായിട്ട് ഇതൊക്കെ എന്തിനു മൂടി വെക്കണം? എല്ലാ ഹിസ്റ്ററിയും ശ്യാമപ്രസാദിനെ അറിയിച്ചു. ഭാര്യ ഒന്ന് പെറ്റതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചില്ലേ. അത്രത്തോളം പോയില്ലെങ്കിലും നീയും അത്ര മോശമല്ലാന്ന് ശ്യാമപ്രസാദ് ഒന്നും അറിയട്ടെ. എന്താ ഞാൻ ചെയ്തത് ഒരു ഉപകാരമല്ലേ? മതി വർമ്മ സംസാരിച്ചത്. നിർത്തുകയാ. നിങ്ങളുടെ വിലക്ക് കേട്ടിട്ടില്ല, വാക്കിലല്ല പ്രവൃത്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീ പെണ്ണേ, ഞാൻ ഇവിടുന്ന് താമസം മാറ്റിയെന്ന് കരുതി നീ ആശ്വസിക്കണ്ട. എന്റെ കണ്ണും കാതും ഈ ചുറ്റുപാടത്ത് തന്നെയുണ്ട്. നേരെ ചൊവ്വേ നോക്കടി. നേരെ ചൊവ്വെ നിനക്ക് ജീവിക്കാമെന്ന് വിചാരിക്കണം. അത് ഞാൻ സമ്മതിക്കത്തില്ല. ഒരുത്തിരിയും സപ്പോർട്ട് കേട്ട് നെളിയും വേണ്ട. കരുതി എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? വെട്ടാൻ നിൽക്കുന്ന പോത്തിനോട് വെറുതെ വേദം ഓതിയിട്ട് എന്താ കാര്യം ചെയ്തു? അല്ലെങ്കിലും പ്രതാപവർമ്മ സംസാരിക്കുന്നതിനൊത്ത് സംസാരിക്കാൻ നമുക്ക് പറ്റുമോ? അയാൾ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. മനസ്സിൽ കണ്ടതൊക്കെ വടികുത്തി പിരിയാൻ നമ്മ കേട്ടിട്ടില്ലേ? പ്രതാപവർമ്മയുടെ കാര്യത്തിൽ അതാ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും കുറെ ദേഷ്യപ്പെട്ടിട്ടാ പോയത്. അതൊക്കെ എവിടെ നിൽക്കട്ടെ. ശ്യാമപ്രസാദിന്റെ അമ്മ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, അവരെന്താ പറയുന്നത്? പിണങ്ങിയാ സംസാരിച്ചത്. അവര് നമ്മളെപ്പറ്റി ഇങ്ങനെയൊന്നും അല്ല പോലും കരുതിയത്. എല്ലാ കാര്യവും മുൻകൂട്ടി അറിയിക്കാതിരുന്നത് മോശമായി പോയത്രേ. നമ്മൾ ആലോചനയെ അങ്ങോട്ട് ചെന്നതൊന്നും അല്ലല്ലോ. നന്ദനയെ കണ്ടപാടെ ഇഷ്ടപ്പെട്ട് അവരുടെ മകനല്ലേ ആലോചിച്ചുകൊണ്ട് വന്നത്? അതെ അതെ, മനുഷ്യരുടെ ഓരോ കാര്യങ്ങളെ. മുത്തശ്ശി, നന്ദനയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് ഞാൻ കൊടുക്കാം. കുഞ്ഞമ്മേ. പറയ്. ഞാനായിട്ടത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു.